ഒന്നാമത്തെ കാര്യം, ഈ പാർട്ടി ഇപ്പോൾ ഡയബറ്റിക്സ് ബാധിച്ച ഒരു പാർട്ടിയാണ്. പ്രമേഹമുണ്ട്, സുഖലോലുപത, ആഡംബര ജീവിതം. പാർട്ടിയും പാർട്ടി നേതാക്കളും ഒക്കെ ഇപ്പോ സുഖലോലുപതയിലും ആഡംബര ജീവിതത്തിലൊക്കെ മുഴുകി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് പ്രമേഹം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രമേഹ രോഗമുണ്ടെങ്കിൽ ഈ മുറിവ് അങ്ങനെയൊന്നും പൊറുക്കുകയില്ല. ചിലപ്പോൾ അത് നീണ്ടു പോയേക്കാം. ചിലപ്പോൾ അത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പാർട്ടിയുടെ ശരീരത്തിൽ ഒരു വലിയ മുറിവായിട്ട് തന്നെ തുടരും. അത് പാർട്ടി നേതാക്കള് മനസ്സിലാക്കുന്നതാണ് നല്ലത്. പാർട്ടി സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോൾ പി ജയരാജനും ഇ പി ജയരാജനും ഫേസ്ബുക്കിൽ ചില കുറിപ്പുകളുമായിട്ട് വന്നത് ശ്രദ്ധിച്ചായിരുന്നോ? അതത്ര നിഷ്കളങ്കമല്ല കേട്ടോ. പാർട്ടി നേതൃത്വത്തിന്റെ ദൗർബല്യം, ഈ സംഭവത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ പറ്റിയ പരാജയങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും അടക്കമുള്ളവർക്ക് സംഭവിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ, അവർ വല്ലാത്ത രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്നത്, അതും മനസ്സിലാക്കിക്കൊണ്ടാണ് കണ്ണൂരിൽ നിന്നുള്ള 2 ജയരാജന്മാർ വളരെ നീണ്ട ഫേസ്ബുക്ക് കുറിപ്പുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടിക്ക് പറ്റിയ വീഴ്ച അവർ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.